നടത്തുന്നത് ഏഷ്യൻ രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഹോർമുസിന്റെ വിഷയത്തിൽ അവർ നിലപാടെടുക്കണം എന്നതാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിലൂടെ അതുപോലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചപ്പോഴൊക്കെ വ്യക്തമാക്കിയത് ഈ മറ്റ് രാജ്യങ്ങൾക്ക് ഇറാനോട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല, അതുകൊണ്ട് ഹോർമുസിന്റെ വിഷയം മാത്രമാണ് നിലവിൽ ഞങ്ങൾക്ക് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നതാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഹോർമുസിന്റെ കാര്യത്തിൽ നിലവിൽ അങ്ങനെ വലിയ കടുംപിടുത്തങ്ങൾക്ക് അമേരിക്ക നിൽക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ആണവ ആയുധത്തിന്റെ കാര്യം അത് ഒരിക്കലും അമേരിക്കയെ മാത്രമല്ല ഇസ്രയേലിനെ കൂടി ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്നും ഇറാനിൽ ഒരു ആണവായുധം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇസ്രയേലിനും വലിയ ഒരു ഭീഷണി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീഡിയോ സന്ദേശം വന്നപ്പോഴും അതിലും ബെഞ്ചമിൻ നെതന്യാഹു എടുത്തു പറഞ്ഞത് ഇറാനെ ഇനി ആണവായുധം നിർമ്മിക്കാൻ സാധിക്കാത്ത രീതിയിലാക്കും എന്ന ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഇപ്പോ നിലവിൽ US-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടും അത് തന്നെയാണ്. ഇറാൻ ഒരിക്കലും ദീർഘദൂര മിസൈലുകൾ ഉണ്ടാക്കാൻ പാടില്ല, ഇറാൻ ഒരിക്കലും ഒരു ആണവായുധം അത് ഡെവലപ്പ് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് ആണവായുധം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ അത്രയും തോതിലുള്ള യുറേനിയം ഒരിക്കലും ഇറാന്റെ കയ്യിൽ ഉണ്ടാകരുത് എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തക്ക നിയന്ത്രണം കൊണ്ടുവരിക, ഈ ഒരു ആവശ്യത്തിലൂന്നിയാണ് അമേരിക്കയുടെ ചർച്ചകൾ. ഇപ്പോൾ ഇന്ന് രാവിലെ JD വാൻസ് ഈ ചർച്ചകൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചപ്പോഴാണെങ്കിലും അദ്ദേഹം അധികം കാര്യങ്ങൾ വിട്ടു പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് നിലവിൽ നമുക്ക് കടക്കാനാകില്ല എന്നാണ്. ഇനിയിപ്പോ ട്രംപിന്റെ നീക്കം എന്താണ്, അമേരിക്കയുടെ നീക്കം എന്താണ്, ഒപ്പം ഇസ്രായേൽ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു വിവരം പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ നടന്ന US ഇറാൻ ചർച്ചകൾ ധാരണയാകാതെ അവസാനിച്ചതിന് പിന്നാലെ ഇറാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ സൂചനയായി പുറത്തു വരുന്നത്. അതായത് ഇറാന്റെ നമുക്കറിയാം ഏറ്റവും അധികം എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാന്. ഈ ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ ആയുധം നാവിക ഉപരോധം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. US-ന്റെ അന്തിമ നിർദ്ദേശം ഇറാൻ നിരസിക്കുകയാണെങ്കിൽ എണ്ണ കയറ്റുമതി തടയും എന്നുള്ള മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ് ട്രംപ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അമേരിക്ക അത്തരം ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഉപരോധ നീക്കത്തിൽ വലിയ സൈനിക നടപടികളിലൂടെ പ്രസിഡന്റ് ട്രംപ് വെനസ്വേലയുടെ ഏകാധിപതി നിക്കോളാസ് മഡൂറോയെ, നമുക്കറിയാം എങ്ങനെയാണ് നിക്കോളാസ് മഡൂറോയെ ഇല്ലാതാക്കിയതെന്നും മഡൂറോയെ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചുകൊണ്ടുവന്ന് വിത്തിൻ അവേഴ്സ് അമേരിക്കയിൽ എത്തിക്കുകയും ഇപ്പോൾ മഡൂറോ അവിടെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് വെനസ്വേല പൂർണ്ണമായി ഇപ്പോൾ അമേരിക്കയുടെ സ്വാധീനത്തിലും നിയന്ത്രണ